അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനുസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വആലിഹി വഅസ്ഹാബിഹി ശറഫ. അമ്മാ ബഅദ്. മഹത്തായ സ്ഥാപനത്തിൻ്റെയും സംവിധാനങ്ങളുടെയും സാരഥികളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ഒരുപക്ഷെ ഈ വേദിയിൽ ഇരിക്കുന്നവരെ പോലെ പ്രഗത്ഭരായ വളരെ ബഹുവന്നരായ വ്യക്തിത്വങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരാണ് മനുഷ്യൻ എന്നതിന് പല നിർവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുദീർഘമായി എൻ്റെ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, കുറച്ച് കാര്യം മാത്രം. ചിലരുടെ അഭിപ്രായത്തിന് നട്ടെല്ലിൽ നിവർന്ന് ജീവിക്കുന്ന മൃഗം എന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് നിർവചിച്ച ആളുകളുണ്ട്. വാലില്ലാത്ത കുരങ്ങൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ചിന്തിക്കുന്ന ജന്തു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. തൊഴിലാളി, ലൈംഗിക ജീവി തുടങ്ങി പല നിലകളിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആരാണ് മനുഷ്യൻ എന്നതിനെ സംബന്ധിച്ചുള്ള നിർവചനങ്ങളായി ഫിലോസഫിയിൽ ലോകത്തുണ്ടായി. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്നുള്ളതാണല്ലോ ഈ വിശദീകരണങ്ങളുടെ എല്ലാം ഒരു ഉദ്ദേശം. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ പ്രത്യേകതയായി പറയുന്നത്, ലോകം ഇന്ന് ആ നിർവചനം ആലോചിച്ച് അത്ഭുതപ്പെടുകയാണ്. ഉസ്താദുമാരുടെ ഭാഷയിൽ, അറബിയിൽ ഹയവാൻ നാത്തിക് എന്നാണ് പറയാറുള്ളത്. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ജീവി. കേൾക്കുമ്പോൾ ലളിതമായ ഒരു പദമാണത്. അതിലെന്താണ് ഇത്ര പുതുമ എന്ന് തോന്നും. പക്ഷേ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ, ഭൂമിക്ക് മുകളിൽ, ഈ പ്രപഞ്ചത്തിൽ അസംഖ്യം ജീവജാലങ്ങളും ജന്തുജാലങ്ങളും അസ്തിത്വങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം പ്രത്യേകതയായി ഖുർആൻ വിശദീകരിക്കുന്ന ഏക കാര്യവും വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം അലൈഹിസ്സലാമിനെ സിദ്ധാന്തങ്ങൾ രചിക്കുവാനുള്ള, ആദർശങ്ങൾ പാകപ്പെടുത്തുവാനുള്ള, ആശയങ്ങൾക്ക് ഫ്രെയിം കൊടുക്കുവാനുള്ള അബ്സ്ട്രാക്ട്സുകൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വേറൊരു ഭാഗത്ത് അതേ ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഖലഖൽ ഇൻസാൻ. അള്ളാഹു അൽ ഇൻസാൻ, സൂപ്പർ ആനിമലായ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ പ്രത്യേകത വഅല്ലമഹുൽ ബയാൻ. ആ മനുഷ്യനെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള, ആലോചിക്കാനുള്ള ശേഷിയും നൽകി എന്നുള്ളതാണ്. ഈ ഭാഷാ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഭാവനയും യുക്തി വിചാരവും ഉള്ള ഒരു മനുഷ്യന് മാത്രമേ ഭാഷ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭാഷ വരുന്നതിന് മുമ്പ്, ഞാനതിന്റെ സങ്കീർണമായ ഭാഗങ്ങളിലേക്ക് പോവുകയല്ല, മനുഷ്യർ വരുന്നതിന് മുമ്പ് മനുഷ്യരുടെ ശരീരഘടനയുള്ള ഒരുപാട് ജീവികൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ജിന്ന്, ഹിന്ന്, ഭിന്ന് എന്നൊക്കെ പറയുന്ന അനാട്ടമിക്കലി മനുഷ്യന്റെ സ്ട്രക്ചറുള്ള, ഇന്ന് കണ്ടെത്തപ്പെടുന്ന 2 ലക്ഷം കൊല്ലം മുമ്പുള്ള, 3 ലക്ഷം കൊല്ലം മുമ്പുള്ള ഫോസിലുകൾ ഈ പറയുന്ന വർഗത്തിൻ്റെതാണ്. അവരൊക്കെ സംസാരിച്ചിരുന്നത് കൂക്കിയിട്ട് കൊണ്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് രാവിലെ മീൻ വിൽക്കാൻ വിൽപ്പനക്കാരൻ വരുമ്പോ, പഴയ കാലത്ത് എൻ്റെ ഉമ്മ വീട് ഇവിടെ ചേലക്കാടാണ്, കൂക്കിയിട്ട് കൊണ്ടാണ് മീൻ വിൽക്കാൻ വരിക. ആ കൂക്കിയുടെ ഒരു താളം, അത് വീടുകളിൽ നിന്ന് സഹോദരിമാർ കേൾക്കുകയും കുടുക്കയും പാത്രങ്ങളും ഒക്കെയായി മീൻ വാങ്ങാൻ പോവുകയും ചെയ്യും. പക്ഷെ അതൊരു കേവലം മീൻ വിൽക്കുന്നതിന്റെ മാത്രം ഒരു ശബ്ദമായിരുന്നില്ല. കുറുകൽ അനുസരിച്ച് നീട്ടിയും കുറുക്കിയും കൂകുമ്പോ കുയ് കുയ് എന്ന് പറയുമ്പോ വാവ എന്നായിരുന്നു. ഞാൻ ഈ കൂകൽ ഭാഷ കുറച്ച് ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുയ് എന്ന് പറഞ്ഞാൽ പോകുന്നാണ്. കൂയ്
എന്ന് പറഞ്ഞാൽ വരൂ, ഇതാ വിൽപ്പനയ്ക്ക് ഇവിടെ സാധനം വെച്ചിരിക്കുന്നു എന്നാണ്. സഫീർ എന്നാണ് അതിന്റെ അറബി പ്രയോഗം. അപ്പൊ ഇങ്ങനെ കൂകലിലൂടെ കുറുകലിലൂടെ മനുഷ്യൻ സംസാരിച്ച കാലം. അന്ന് മനുഷ്യനെ ആദം അലൈഹിസലാം ഭൂമിയിൽ വന്നിരുന്നില്ല. വിശേഷ ബുദ്ധിയുള്ള സൂപ്പർ ആനിമലായ ഭാഷ പഠിപ്പിക്കപ്പെട്ട അസ്മാ അഭ്യസിക്കപ്പെട്ട മനുഷ്യന്മാർ ഭൂമുഖത്തുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഭാഷ വന്നത്. ഭാഷ വന്നപ്പോൾ സ്വാഭാവികമായി ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യരചന, ഏറ്റവും വലിയ ആവിഷ്കാരം, ഏറ്റവും വലിയ ഭാവനയുടെ ആവശ്യമുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത്, രചന എന്ന് പറയുന്നത് നിഘണ്ടു നിർമ്മാണമാണ്. ഒരിക്കലും നോവലോ കവിതയോ ഡ്രാമയോ ഖണ്ഡശ പദ്യങ്ങളോ ഖണ്ഡകാവ്യങ്ങളോ അതൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ പ്രവർത്തനം. ഏറ്റവും വലിയ സാഹിത്യ പ്രവർത്തനം വാക്കുകൾക്ക് മേൽ വാക്ക് വെച്ച്, പദങ്ങൾക്ക് മേൽ പദം വെച്ച്, ക്രിയകൾക്ക് മേൽ ഉപക്രിയ വെച്ച്, നാമങ്ങൾക്ക് മേൽ സർവനാമം വെച്ച്, ക്രിയകൾക്ക് മേൽ ക്രിയാവിശേഷണം വെച്ച്, ധാതുക്കൾക്ക് മേൽ അതിന്റെ വിശേഷണം വെച്ച് കെട്ടിപ്പൊക്കുന്ന നിഘണ്ടുകളാണ്. നിഘണ്ടു നിർമ്മിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന അസ്വസ്ഥത ഭാഷയുടെ പ്രത്യേകത. ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന വർഗം എന്ന പ്രത്യേകതയാണ് മനുഷ്യരായ അള്ളാഹുവിന്റെ ഖലീഫമാരായി ഈ ഭൂമിയിലുള്ള നമുക്കുള്ളത്. വേറെ ഒരു പ്രത്യേകതയും ഇല്ല എന്നല്ല, ബാക്കി എല്ലാ പ്രത്യേകതയും മൃഗങ്ങൾക്കുമുള്ള ഫീച്ചേഴ്സാണ്. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ഭോഗം, ഭോജനം, മതം, ദമ്പം, ദർപ്പം, മാത്സര്യം, ഈർഷ്യ, അഹംഭാവം, അഹങ്കാരം, ദുര, ദർപ്പം, എല്ലാ മനുഷ്യന്റെ കാമക്രോധങ്ങളുമായി ബന്ധപ്പെട്ട 13 മനോവികാരങ്ങളും. ഇത് അന്നം തിന്ന് ജീവിക്കുന്ന ജഡികമായ എല്ലാ പദാർത്ഥങ്ങൾക്കുമുള്ള, മൃഗങ്ങൾക്കുമുള്ള, പക്ഷികൾക്കുമുള്ള, എല്ലാത്തിനുമുള്ള ചോദനകളാണ്. പക്ഷേ അവയ്ക്കൊന്നുമില്ലാത്ത വിധം കാലം എവിടെ എത്തിയിട്ടും ലോകത്ത് ഒരു മുന്തിയ കുതിരയും പത്രസമ്മേളനം വിളിച്ചിട്ട് അഖില ലോക കുതിരകളെ നിങ്ങൾ സംഘടിക്കുവീൻ, ഇത്രയും കാലം നിങ്ങൾ മനുഷ്യരെ കെട്ടിവലിച്ചില്ലേ, ഇനി നമ്മളെ മനുഷ്യർ കെട്ടിവലിക്കട്ടെ എന്ന് ലോകത്തെ ഒരു കുതിരയും എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നില്ല? ഒരു മൂരിയും എന്തുകൊണ്ട് നടത്തിയില്ല? ഒരു കഴുതയും ഇനി എന്തുകൊണ്ട് നടത്താനും പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അവയ്ക്കൊന്നും ഭാഷ ഉപയോഗിക്കാനുള്ള സിദ്ധിയില്ല, പുസ്തകങ്ങൾ രചിക്കാനുള്ള സിദ്ധിയില്ല. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രത്യേകത എന്തേ ഖുർആൻ പറയുന്നത്? ഗ്രന്ഥവുമായി വന്ന പ്രകാശം എന്നുള്ളതാണ്. ഖദ് ജാഅകും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കിതാ ആഗതമായിരിക്കുന്നു. നൂറുൻ, പ്രവാചകൻ എന്ന പ്രകാശം. പ്രവാചകൻ എന്ന പ്രകാശം മാത്രമല്ല, വകിതാബും മുബീൻ, സത്യാസത്യങ്ങൾ വിവേചിച്ചു തരുന്ന ഗ്രന്ഥവുമായിട്ടാണ് ആ പ്രവാചകൻ വരുന്നത്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. യഹ്ദീ ബിഹില്ലാഹ്, ആ ഗ്രന്ഥം മുഖേനയും പ്രകാശം മുഖേനയും അല്ലാഹു വഴി നടത്തും. മനിത്തബഅ റിദ്വാനഹു, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളെ സുബുലസ്സലാം, രക്ഷാമാർഗങ്ങളിലേക്ക്. വയുഖ്രിജുഹും മിനൽ-ളുലുമാത്, ഈ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവാചകൻ നിങ്ങളെ വിമോചിപ്പിക്കും ഇരുളിൽ നിന്നും ഇലന്നൂർ, പ്രകാശത്തിന്റെ പ്രഫുല്ലമായ തീരങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത ഭാഷയാണ്, ആശയങ്ങളാണ്. മനുഷ്യന്റെ നേതാവായ, പ്രപഞ്ചത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയും ഗ്രന്ഥവുമായി വന്നു എന്നുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭൂമിയിൽ എവിടെ ഒരു ഗ്രന്ഥപ്രകാശനം നടക്കുകയാണെങ്കിലും, എവിടെ ഒരു ആശയപ്രകാശനം നടക്കുകയാണെങ്കിലും, എവിടെ ഒരു സംവാദാത്മകമായ വിചാരങ്ങൾ രൂപപ്പെടുകയാണെങ്കിലും അത് അല്ലാഹുവിന്റെ അനർഘമായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു വേദിയാണ്. അതുകൊണ്ടാണ് ഇത്തരം അറിവിന്റെ സന്ദർഭങ്ങളെ കുറിച്ച്, അറിവിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ പറുദീസയിലെ പൂവാടി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഞാൻ വീണ്ടും ഈ പുസ്തകത്തിലേക്ക് മടങ്ങി എന്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഇതിന്റെ വിന്യാസത്തിന്റെ ക്രമം, ഓർക്കേണ്ടവരെ കുറിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതജ്ഞത, അത് പറഞ്ഞു വെക്കുന്ന അതിന്റെ തീർപ്പുകൾ, അത് മുഴുവനും ഇവിടെ ജീവിച്ച് എങ്ങോട്ടേക്കോ പോകേണ്ടയാളാണ് എന്നുള്ള ഓർമ്മ കൂടി ആ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാനത് എന്റെ പ്രസംഗത്തിന് ഒരു കോപ്പ് കൂട്ടാൻ വെറുതെ പറയുന്നതാണെന്ന്. ഞാൻ അടിമുടി ഇത് മറിച്ചു പോയിട്ടുണ്ട് 2 പുസ്തകവും.
ഇതിൽ ഈ കെടാവിളക്കുകൾ എന്ന പുസ്തകത്തിന്റെ 200-ാമത്തെ പേജ്, ആ 200-ാമത്തെ പേജ് അദ്ദേഹം ഉപസംഹരിക്കുന്നത് ഒരു ശുഭം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടല്ല. അതിന്റെ തലവാചകം പ്രാർത്ഥന, ദുആയാണ്. കണ്ടും പരിചയിച്ചും ഇടപഴകിയും എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒട്ടനേകം വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ ഗ്രന്ഥത്തിൽ. പല നിലക്കും തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചുപോയവർ, അവരെ കുറിച്ചുള്ള സ്മരണകൾ തന്നെ ഒരു പ്രാർത്ഥനയാണ്. പ്രപഞ്ചനാഥൻ അവരെയും അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി സ്വർഗപ്രവേശനം നൽകുമാറാവട്ടെ. നാം അടക്കമുള്ള അവരുടെ പിൻതലമുറയ്ക്ക് ആ മഹത്തുക്കളുടെ സൽവഴി പിന്തുടർന്ന് സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുമാറാകട്ടെ. വിനയാന്വിതമാവുകയാണ് നമ്മുടെ മമ്മു സാഹിബ്. നാദാ റബ്ബന തഖബ്ബൽ മിന്ന, സ്വാമി പ്രാർത്ഥിച്ചല്ലോ, ഈ ഗ്രന്ഥവും ഒരു സൽക്കർമ്മമായി സ്വീകരിക്കണമേ. സ്വാമി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ഭംഗിയായേനെ. അത് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം കൂടിയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ സച്ചിദാനന്ദ മാധവ, സച്ചിദാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് മംഗളാചരണത്തിൽ ഭൂതാനം നമ്പൂതിരി കൂട്ടിച്ചേർത്തിരിക്കുന്നത്? തുണ ചെയ്ത ഗുരുതൻ തിരുവാക്കുകൾ നാവിന്മലപ്പോഴും വിടാതെ കൂടെയുണ്ടാവണം നമ്മൾ നരജന്മം സഫലമാക്കിയിടുവാൻ. ആരൊക്കെയാണ് ഗുരുക്കന്മാർ? അവരെ കുറിക്കുന്ന തിരുനാമങ്ങൾ വിടാതെ ബാക്കിയുണ്ടാവണം. ആ ദർശനമാണ്, ആ തത്വമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. വിവരവും വിദ്യാഭ്യാസവും അഹങ്കാരമല്ല ഉണ്ടാക്കേണ്ടത്. എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന വിചാരമാണ് ഉണ്ടാക്കേണ്ടത്. ലോകത്ത് ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യരെ വിസ്മയിപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ അതിന്റെ മാക്സിമം ഉണ്ട്. നിരീശ്വരവാദികൾ, മതനിരാസകർ, സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്ന ആളുകൾ, അവരൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ നിന്നൊരിക്കലും മാക്സിമം അറിവിന്റെ, പരമാവധി അറിവിന്റെ സ്രോതസ് ഒരിക്കലും ഭൂമിയിൽ നിന്ന് ഒരാൾക്കും കിട്ടില്ല. അല്ലാഹുവിങ്കൽ നിന്ന് വഹി മുഖേനയെ കിട്ടുകയുള്ളൂ. നിങ്ങൾ സ്വല്പസമയം കൂടി വളരെ ഗൗരവത്തിലൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ ഈമാനാണ് പ്രധാനപ്പെട്ടത്, വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ കാലമെത്ര മുന്നോട്ട് പോയാലും ശാസ്ത്രമെത്ര വികസിച്ചാലും, മറ്റൊരു ഉദാഹരണം പറയട്ടെ, ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ മീഡിയകൾ ശ്രദ്ധിക്കുന്ന വിദ്യാഭ്യാസമുള്ള തലമുറയുടെ സുപരിചിതനായ നാമം ഇലോൺ മസ്ക്, ടെസ്ലയുടെ മുതലാളി. അദ്ദേഹത്തെ കുറിച്ചൊരു ജീവചരിത്രം അമേരിക്കയിൽ എഴുതപ്പെടാൻ പോവുകയാണ്. എഴുതുന്ന വ്യക്തിയുടെ പേര് വോൾട്ടർ ഏസിയാസ്. അദ്ദേഹം അമേരിക്കയിലെ ഔദ്യോഗിക ഹിസ്റ്ററി റൈറ്ററാണ്. അദ്ദേഹം എന്താണ് ഈ ടെസ്ലയുടെ മുതലാളിയായ ഇലോൺ മസ്കിനെ കുറിച്ച് പറയുന്നത്? ഹി മൈറ്റ് ബി എയ്തർ ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഈ ഇലോൺ മസ്ക് ഒന്നുകിൽ ഒരു അന്യഗ്രഹ ജീവിയാകണം, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരു അന്യഗ്രഹ ജീവിയുടെ സുഹൃത്താവണം. എന്ന് എന്തുകൊണ്ടാണ് ഈ ചരിത്രം എഴുതുന്നയാള് ഇലോൺ മസ്കിനെ കുറിച്ച് പറയുന്നത്? കുറച്ചു നേരം നല്ല കാര്യം ആലോചിക്കലാണ് രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ഇലോൺ മസ്കിന്റെ ചരിത്രം എഴുതുന്ന ഈ വാൾട്ടർ ഏസിയാസ് പറയുന്ന ഒരു ന്യായമുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം, എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു ലോജിക്കാണ്. അസാധാരണമായ സംഭവങ്ങൾ എവിടെ ഉണ്ടായാലും അസാധാരണമായ ഒരു വിശദീകരണങ്ങൾ അതിന്റെ പിറകിൽ പറയേണ്ടതുണ്ട്. ഇലോൺ മസ്ക് അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏറ്റവും ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു കാഴ്ചപ്പാട്, ഇനീഷ്യേറ്റീവ് സ്റ്റേജിൽ വിജയിപ്പിച്ച ഒരു കാഴ്ചപ്പാട് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരവും കൃത്രിമ ബുദ്ധിയുമുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമുള്ള സൈബോർഗുകൾ, സൂപ്പർ ആനിമലുകൾ. എത്രയോ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കാം, എത്രയോ വലിയ ചരിത്ര പുസ്തകങ്ങൾ ഒറ്റ ക്ലിക്ക് കൊണ്ട് ബ്രെയിനിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ ഇന്നത്തെ ലോകത്തെ സകല ഊഹങ്ങൾക്കും അപ്പുറത്തുള്ള സൂപ്പർ മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി 2050 ഒരു സാമ്രാജ്യം ഉണ്ടാക്കുമെന്ന്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദ്വീപെങ്കിലും വിലക്ക് വാങ്ങുമെന്നുള്ള അവകാശവാദമാണ് ഇലോൺ മസ്ക് ഉന്നയിക്കുന്നത്. വേറൊരു കൺസെപ്റ്റ്
സ്പേസ് എക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ശൂന്യാകാശത്തേക്ക്, ബഹിരാകാശത്തേക്ക് ആളുകൾക്ക് എങ്ങനെ വിനോദസഞ്ചാരങ്ങൾ നടത്താം, അവിടെ എങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കാം, അവിടെ എങ്ങനെ നഗരങ്ങൾ കെട്ടിപ്പൊക്കാം എന്ന് പറയുന്ന ധാരണകൾ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രകീർത്തനമല്ല ഈ വേദിയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പൊതുവെ സാധാരണ നിലയിലുള്ള മനുഷ്യന്മാർക്ക് അസാധ്യമായ കാര്യമായതിനാൽ ഈ 2024 ഇത്രയും വികസിത കാലമെന്ന് സ്വയം നമ്മളെ കുറിച്ച് പറയുന്ന ഈ ചരിത്രത്തിന്റെ ദശാസന്ധിയിൽ ആലോചിച്ച് നോക്കണം. ലോകത്തെ ഏറ്റവും വികസിത രാജ്യമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന അമേരിക്കയിൽ അവിടുത്തെ ഔദ്യോഗികമായ ചരിത്രകാരൻ പറയുകയാണ്, he might be either an alien or the companion of an alien. ഈ ഇലോൺ മസ്ക് ആകാശത്ത് ജീവിക്കുന്ന, ആകാശത്ത് കൂട്ടുകാരുള്ള അന്യഗ്രഹ ജീവികളുടെ ചങ്ങാതിയാകണം. ആരെങ്കിലും മൂക്കത്ത് വിരല് വെക്കുന്നുണ്ടോ? ഇത് കേട്ട നമ്മൾ വെക്കുന്നുണ്ടോ? അമേരിക്കക്കാര് വെക്കുന്നുണ്ടോ? 3 ദിവസം മുമ്പ് മനോരമയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ടെക്സാസ് എയർപോർട്ടിൽ നിന്ന് വിമാനം 3 മണിക്കൂർ താഴ്ന്നു പറക്കാനും ദിശമാറി പറക്കാനും. അഫ്ഗാനിസ്ഥാനിലെ ന്യൂസ് അല്ല, ഇറാഖിലെ ന്യൂസ് അല്ല, ഇറാനിലെ ന്യൂസ് അല്ല, സൗദിയിലെ ന്യൂസ് അല്ല, അമേരിക്കയിലെ ന്യൂസാണ്. അമേരിക്കക്ക് കൊമ്പില്ല ഉറപ്പാണ്, പക്ഷേ ലോകം അമേരിക്കയെ വാഴ്ത്തുന്നു, അനർഹമായി അമേരിക്കക്ക് അംഗീകാരങ്ങൾ നൽകുന്നു. അത് ലോകത്തിന്റെ പൊതു ലോജിക്കാണെങ്കിൽ ആ അമേരിക്കയിൽ എന്തുകൊണ്ടാണ്? ഒരാഴ്ചക്കുള്ളിലുള്ള ന്യൂസാണ് ടെക്സാസിലെ എയർപോർട്ടിൽ വിമാനങ്ങളുടെ ദിശമാറി പറക്കാൻ പറഞ്ഞത്. ഒരു കാരണമേ ഉള്ളൂ, അവിടെ ഇലോൺ മസ്കിന്റെ ഒരു ആരാധകന്റെ മുന്നറിയിപ്പുണ്ടായി. ഇന്ന് ആകാശത്തിൽ നിന്നും UFO എന്ന് പറഞ്ഞാൽ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പറക്കും തളികകൾ. ആ പറക്കും തളികകളിൽ അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ട്. ഇലോൺ മസ്കിനോട് സംസാരിക്കാൻ ആരെങ്കിലും നിഷേധിച്ചോ? ഗവൺമെന്റ് തള്ളിയോ? ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിൽ എത്തിച്ചത് പോലും ഈ ഇലോൺ മസ്ക് ആണെന്നുള്ള ന്യൂസ് അല്ലേ നമ്മൾ കേൾക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഈ വിധ ആശയങ്ങൾ, ഈ വിധ കാഴ്ചപ്പാടുകൾ, ഈ വിധ സിദ്ധാന്തങ്ങൾ, ഈ വിധ പ്രത്യയശാസ്ത്രങ്ങൾ ഒരിക്കലും ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ, തലച്ചോറിൽ ഉത്ഭൂതമാവുകയില്ല. ഇത് അസാധാരണമായ, അഭൗമികമായ, അലൗകികമായ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ നിന്ന് മാലാഖ മുഖേന ലഭിക്കേണ്ടതാണ് എന്ന് ഈ നിസാരക്കാരനായ ഇലോൺ മസ്കിനെ കുറിച്ച് പോലും ലോകത്തിന് അംഗീകരിക്കാമെങ്കിൽ, മറുതലക്കൽ നമ്മൾ സ്ഥാപിക്കേണ്ട ഒരു മാതൃകാ വ്യക്തിത്വമുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിന്റെ ഏത് മാനദണ്ഡം പ്രകാരമാണ് പ്രവാചക തിരുമേനി എക്സ്ട്രാ ഓർഡിനറി അല്ല എന്ന് പറയാൻ കഴിയുക? ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊഷരതയിലേക്ക് പിറന്നു വീണു വന്ന പ്രവാചകൻ, അല്ലെങ്കിൽ ശിശുവായ മുഹമ്മദ്, 6-ാം വയസ്സിൽ മാതാവിന്റെയും വേർപാട് മുഖേന അനാഥത്വത്തിന്റെ കയ്പനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഉണക്കച്ചപ്പാത്തി നിന്ന് ജീവിച്ച, 2 കറുപ്പ് സാധനങ്ങൾ മാത്രം വീട്ടിൽ കൂട്ടിന് വെച്ച, പച്ചവെള്ളവും കാരക്കയും, പല ദിവസവും അടുപ്പിൽ തീ പുകയാതിരുന്ന, ആഴ്ചയിൽ 1 ദിവസം മാത്രം വയറ് നിറയെ ഭക്ഷണം കഴിച്ച, പകൽ മുഴുവൻ രണാങ്കളത്തിൽ അശ്വാരൂഢന്മാരായി പോരാടുമ്പോഴും പാതിരാത്രി പ്രാർത്ഥനാ നിരതമായി ഈ ലോകത്തെക്കുറിച്ച് ആലോചിച്ച് അതിന്റെ ആസൂത്രണങ്ങളെ കുറിച്ച് അസ്വസ്ഥതയോടെ അള്ളാഹുവിനോട് സംസാരിച്ച ഒരു മനുഷ്യൻ, കഴുതവണ്ടിയിലും കാൽനടയായും മാത്രം സഞ്ചാരം സാധ്യമായ ഒരു കാലത്ത് പ്രവാചകൻ ജീവിച്ചത് ഹിജാസിലാണ്, സൗദിയിലാണ്. ഈ ഭൂമിയുടെ കിഴക്കിൽ നടക്കുന്ന കാര്യവും പടിഞ്ഞാറിൽ നടക്കുന്ന കാര്യവും ഒരേ സമയം മദീനയിൽ ഇരുന്നു കൊണ്ടും മക്കയിൽ ഇരുന്നു കൊണ്ടും റിപ്പോർട്ട് ചെയ്ത ചരിത്രം പഠിക്കാതെ പറഞ്ഞ, ഭാവിയിലേക്ക് നോക്കി നീട്ടിപ്പറഞ്ഞ ക്രാന്തദർശിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം ആർക്കാണ് അറിയാത്തത്? ദ 100 ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി. ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 പേർ ഒന്നാമൻ ഈ മുഹമ്മദാണ്. യേശു ഉണ്ട് അതിൽ, ബുദ്ധനുണ്ട് അതിൽ, ഐൻസ്റ്റൈൻ ഉണ്ട് അതിൽ, ന്യൂട്ടൻ ഉണ്ട് അതിൽ, പ്ലാറ്റോ ഉണ്ട് അതിൽ, അരിസ്റ്റോട്ടിൽ ഉണ്ട് അതിൽ, ഗാന്ധിജി പോലും ഉണ്ട് അതിൽ, നെൽസൺ മണ്ടേലയുണ്ട് അതിൽ. ഒന്നാമൻ ഈ മുഹമ്മദ് ആയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലോൺ മസ്കിനെ കുറിച്ച് ഈ 21-ാം നൂറ്റാണ്ടിന് അസാധാരണ മനുഷ്യനെന്ന് പറയാൻ കഴിയുമെങ്കിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് 100 വട്ടം പറയേണ്ടി വരില്ലേ അസാധാരണമായ മനുഷ്യൻ? ഈ ഉമ്മത്തൂരിൽ ഗൾഫ് കാണാത്ത ചെറുപ്പക്കാരോ മധ്യപ്രായക്കാരോ ഒരിക്കലും ഒരു പക്ഷേ ഉണ്ടാവുകയില്ലല്ലോ. ഇനി പോകാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരും കേട്ട കഥകളുണ്ടല്ലോ. ഈ GCCയെ കുറിച്ച് ഞാൻ ഒരു ഹദീസ് മാത്രം ഓർക്കുകയാണ്. ഇലോൺ മസ്കിനെ പറഞ്ഞപ്പോ പ്രവാചകനെ മനസ്സിലാക്കാൻ
1400 കൊല്ലം മുമ്പ് പ്രവാചകൻ ജീവിച്ച കാലഘട്ടം ഏതാണ്? ക്രിസ്തബ്ദം 570 മുതൽ 630 വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടം ചരിത്രത്തിലെ ഇരുളേറിയ കാലഘട്ടം. അറേബ്യയിൽ ഒരു നാഗരികതയും വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഭാവിയിലേക്ക് നോക്കിയ നബി പറയുകയാണ് ലാ തഖൂമു സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറബ് ഭൂമിക തിരികെ മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്നിട്ടേ നമ്മൾ ഗൾഫിലേക്ക് പോകാവൂ. ഗൾഫിലെ എയർപോർട്ടിൽ കാല് കുത്തിയാൽ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്നും, മണ്ണ് കണ്ടാൽ പറയേണ്ട വാക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് എന്നുമാണ്. എന്തുകൊണ്ട്? ഈ ഹദീസ് നോക്ക്. ലാ തഖൂമു സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറബ് ഭൂമിക മടങ്ങുന്നത് വരെ, പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുന്നത് വരെ. എങ്ങനെയാണ് മടങ്ങുക? അൻഹാറൻ വ മുറൂജ, നദികളായും തോട്ടങ്ങളായും. അത്ഭുതപ്പെടേണ്ടേ നമ്മൾ? ഇത് പറയുന്ന കാലത്ത് അറേബ്യയിൽ, ഗൾഫിൽ, GCCയിൽ അവിടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, തടാകങ്ങൾ ഉണ്ടായിരുന്നു, നദികൾ ഉണ്ടായിരുന്നു. ഒരുക്കിയ ലോഹം പോലെ, ചെമ്പ് പോലെ തപ്തമായിരുന്ന അറേബ്യൻ മരുഭൂമി. ആ മരുഭൂമിയിൽ നിന്നാണ് പറയുന്നത് കുറെക്കാലം കഴിഞ്ഞാൽ ഈ ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ മരുഭൂമി അവിടെ നദികളുടെ പ്രതീസയാകും, ഇവിടെ പൂവാടികൾ ജനിക്കും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ ഗൾഫിലാണ്. കിലോമീറ്ററുകൾ കണക്കെ തോട്ടങ്ങളാണ്. കേവലം ഈത്തപ്പഴത്തോട്ടങ്ങൾ മാത്രമല്ല, അറേബ്യയിൽ ഹരിതവൽക്കരണം നടക്കുന്നു. പച്ചക്കറിത്തോട്ടങ്ങൾ. വലിയ വലിയ സിദ്ധാന്തങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് യൂട്യൂബിൽ ഗൾഫിൽ നിന്ന് വ്ലോഗ് ചെയ്യുന്ന വ്ലോഗേഴ്സിന്റെ വീഡിയോ 5 മിനിറ്റ് കണ്ടാൽ മതി. ദുബൈയിലെ, അബുദാബിയിലെ, ഖത്തറിലെ, സൗദിയിലെ, റിയാദിലെ വലിയ വലിയ 50ഉം 60ഉം 100ഉം നില കെട്ടിടത്തിന്റെ മുകളിലെ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സഹോദരന്മാർ, സഹോദരിമാർ. നാട്ടിലെ തക്കാളിയെ വിഴുങ്ങാൻ പറ്റുന്ന തക്കാളി, നാട്ടിലെ ചീരയെ വിഴുങ്ങാൻ പറ്റുന്ന ചീരച്ചെടികൾ, പയറുചെടികൾ, അതിന്റെ ഉൽപ്പന്നങ്ങൾ. ഞാൻ ദീർഘിപ്പിച്ച് നേരം കളയുകയല്ല. അറേബ്യ ഹരിതാപമായിരിക്കുന്നു. ഒരുപക്ഷെ ഫ്ലൈറ്റ് താഴ്ന്നു പറക്കുമ്പോ വിൻഡോയിലൂടെ താഴോട്ട് നോക്കിയാൽ പറക്കുന്നത് സൗദിയിലെ തബൂക്കിലൂടെയാണോ, തായിഫിലൂടെയാണോ, ഇനി അതല്ല ഈ പറക്കുന്നത് കോഴിക്കോട്ടിലൂടെയാണോ, കണ്ണൂരിലൂടെയാണോ എന്ന് ഒരേപോലെ സംശയം തോന്നത്തക്ക വിധം കിലോമീറ്ററുകൾ നീളുന്ന തോട്ടങ്ങളാണ് ഗൾഫിലുള്ളത്. ലാ തഖൂമു സഅ, അന്ത്യനാൾ സംഭവിക്കില്ല. ഹത്താ യഊദ അർദുൽ അറബ് അൻഹാറൻ വ മുറൂജ. പക്ഷേ അവിടെ തീർന്നില്ല അതിന്റെ കൗതുകം. നബി ഉപയോഗിച്ച വാക്ക് ഹത്താ യഊദ, അറേബ്യ മടങ്ങുന്നത് വരെ എന്നാണ്. അറേബ്യ തിരികെ പോകുന്നത് വരെ എന്നാണ്. ഈ തിരികെ പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? മടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അറേബ്യയിൽ എങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അറേബ്യയുടെ മണ്ണിൽ ധാതു വിഭവങ്ങൾ ഉണ്ടാകുന്നത്? അധികം കൊല്ലം മുമ്പൊന്നുമല്ല, ജിയോളജിസ്റ്റുകൾ പറയുന്നു അവിടെ ഇന്ന് അനാക്കോണ്ട പാമ്പുകളുള്ള ആമസോൺ കാടുകളെക്കാൾ വനനിബിഡമായ പ്രദേശമായിരുന്നു അറേബ്യൻ മരുഭൂമി. എന്നല്ല, കുറച്ചുകൂടി ബേക്കോട്ട് പോയാൽ, കുറച്ചുകൂടി 0 ഈ 10,000ന്റെ കൂടെ ഇട്ട് കൊടുത്താൽ ജുറാസിക് പാർക്കുകളായിരുന്നു. ദിനോസറുകൾ വാണ ജുറാസിക് പാർക്കുകളായിരുന്നു അറേബ്യ. മരങ്ങൾ നശിച്ചു, കാട് നശിച്ചു, വനനിബിഡമായ അറേബ്യ നശിച്ചു. എന്നിട്ട് അവിടെയുള്ള ഈ വന്യജീവികളെ മുഴുവനും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ദ്രവിച്ചിട്ട് അടിഞ്ഞ് അതിന്റെ ഫോസിലുകൾ കെമിക്കൽ എവല്യൂഷൻ വഴിയാണ് അവിടെ മൺകുഴിച്ചാൽ അവിടെ ധാതു വിഭവങ്ങൾ ലഭ്യമാകുന്നത് എന്ന് 2024 വാലിഡായ പെയ്ഡ് തീസിസ് അല്ലാത്ത ജനുവിനായ ശാസ്ത്രീയമായ തിയോളജി പഠനങ്ങൾ നമ്മൾ വായിക്കേണ്ടി വരുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ നമ്മളും പറയേണ്ടി വരില്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഒരിക്കലും സാധിപ്പിച്ചെടുക്കാൻ ഇനിയും സാധിക്കാത്ത ന്യൂറാലിങ്കിനെ നോക്കി, സ്പേസ് എക്സിനെ നോക്കി, ഈ ഇലൺ മസ്ക് അന്യഗ്രഹ ജീവിയാണ്, മാലാഖയോട് മിണ്ടിയ മനുഷ്യനാണ്, മാലാഖമാർ കൂട്ടുകാരനുള്ള മനുഷ്യനാണ് എന്ന് ലോകത്തിന് കൺക്ലൂഷൻ നൽകാൻ കഴിയുമെങ്കിൽ ഈ നബിയെ കുറിച്ച് നമുക്ക് എത്ര അഭിമാനത്തോടെ പറയാൻ കഴിയും? അല്ലമഹു ശദീദുൽ ഖുവ. ഈ നബിയെ പഠിപ്പിച്ചത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അന്യഗ്രഹ ജീവിയാണ് എന്ന് പറയാൻ കഴിയില്ലേ?
ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ആത്മീക ബോധം, ഈ മതബോധം, നമുക്കതിനെക്കുറിച്ച് അഭിമാനമുണ്ടാകണം, നമുക്കതിനെക്കുറിച്ച് ആദരവുണ്ടാകണം. ഒരു വഴിപാട് പോലെ മതം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ മതം ആ വഴിപാടുകാരനെ പഴിക്കും, ശപിക്കും. ഏറ്റവും മുന്തിയ മൂലധനമാണ് ഈ മതം എന്ന് പറയുന്നത്. ജീവിതത്തിന് ഏറ്റവും ചുരുങ്ങിയതൊരു പ്രതീക്ഷയെങ്കിലും. മറ്റൊരു അനുഭവം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ ഒരു പ്രാദേശികമായ ഒരു പിരിവിന് വേണ്ടി അതിന്റെ സംഘാടകരൊപ്പം ഒരു വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിന്റെ അടുത്തെത്തിയപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഈ വീട്ടിലുള്ള ആൾ എപ്പോഴും നമുക്ക് ധാരാളം സാമ്പത്തികമായി സഹായം ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ 12 വയസ്സുള്ള ഒരു കുട്ടി ക്യാൻസർ പിടിച്ച് മരണപ്പെട്ടു പോയി. അതിനുശേഷം അദ്ദേഹത്തിന് ആരാധനകളിലോ നിസ്കാരങ്ങളിലോ മറ്റോ ശ്രദ്ധയില്ലെന്ന് മാത്രമല്ല, കുറച്ചൊക്കെ അദ്ദേഹത്തെ സ്വതന്ത്ര ചിന്ത പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് ചോദിക്കാൻ മതി, നിങ്ങളുടെ മറ്റേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ആ വിഷയം. ആ വീട്ടിൽ പോയി അദ്ദേഹം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അത് ചോദിച്ചു. എനിക്ക് 12 വയസ്സുള്ള മോനായിരുന്നു, ലുക്കീമിയ, തിരുവനന്തപുരം, MVR, തലശ്ശേരി, മണിപ്പാൽ ഒക്കെ കൊണ്ടുപോയി. പക്ഷേ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. യത്തീംഖാനകളായ യത്തീംഖാനകൾക്ക്, അറബിക് കോളേജുകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, മദ്രസക്ക് എല്ലാവർക്കും ഞാൻ കൈയടിച്ച് ദാനധർമ്മങ്ങൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്റെ മകനെ അള്ളാഹു എനിക്ക് തിരിച്ചു തന്നില്ലല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്ന ഇസ്ലാമിന് എന്താണ് പ്രസക്തി എന്നാണ് അദ്ദേഹം അത് ചോദിച്ചില്ലെങ്കിലും ആ ചോദിച്ചതിന്റെ ഒരാകത്തുക ഞാനപ്പോ വിചാരിച്ചു, എന്റെ വിചാരങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല. പക്ഷെ ചോദിച്ചത് എന്നോടാണല്ലോ. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് തോന്നി. അദ്ദേഹം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ്, ലോകധാരണയുള്ള ആളാണ്. ഇസ്ലാമിനെ അവിടെ വെക്ക്. ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും പ്രത്യയശാസ്ത്രം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മനപ്രയാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നടക്കുന്നതോ നടക്കാത്തതോ ആയ, പ്രായോഗികമോ അപ്രായോഗികമോ ആയ, കേവല സ്വപ്നമോ യാഥാർത്ഥ്യമോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്, വാദം മുന്നോട്ട് വെക്കുന്നുണ്ടോ? അതല്ലേ ഒന്നാമത്തെ വിഷയം. ഗാസയിൽ ഓരോ നിമിഷവും മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഭൂകമ്പത്തിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ, വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പെടുന്നതിന് മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ. ഒരു ഉദാഹരണം, ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ആ നടത്തത്തിൽ എനിക്ക് ഓർമ്മ വന്നു. പണ്ട് മലയാളം സ്കൂളിൽ മലയാളം പഠിക്കുന്ന കാലത്ത് നിങ്ങളും എനിക്ക് കവിത പാടാൻ അറിയില്ല, പക്ഷേ ഇതേ ഒരു ആശയം വരുന്നൊരു കവിതയുണ്ടായിരുന്നു. കവിയെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മാമ്പഴം എന്നാണ് ആ കവിതയുടെ പേര്. അങ്കണത്തെ മാവിൽ ആദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നുതിർന്നു ചുടു കണ്ണീർ. 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാകന്തം പൂവി തുണ്ണികൾ വിരിയവേ, അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ അമ്മലർ ചണ്ടൊന്നൊടി ചളാതിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി, കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമിനച്ചുടാൽ തൈമാവിൻ മരേതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ, അമ്മതൻ മണിക്കുട്ടൻ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ പരലോകം പുൽകി. കൂടുതൽ പാടി ഉറപ്പിക്കുകയല്ല, കവിത ഇനിയുണ്ട്. കേരളത്തിൽ നടന്ന ഒരു കുടുംബനാഥയുടെ സങ്കടമാണ് ആ കുടുംബനാഥൻ മുന്നോട്ട് വെച്ചത്. എവിടെയാണോ വൈലോപ്പള്ളി ശ്രീധരമേനോൻ തീരുന്നത്,
അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഓതി മുഹമ്മദ് തുടങ്ങുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ആ അമ്മയുടെ സങ്കടം? അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ, വീട്ടിന്റെ മുറ്റത്തിന്റെ അറ്റത്ത് നമ്മുടെ ഭാഷയിൽ ഒരു ഒളേറ് മാവ്, അതിൽ നിന്ന് പഴുത്ത് പാകമായ ഒരു മാങ്ങ താഴെ വീണു. മാങ്ങ താഴെ വീണപ്പോ അമ്മയുടെ നേത്രത്തിൽ നിന്ന് ഉരുണ്ടുകൂടിയ ചുടുകണ്ണീർ ഉരുണ്ടുരുണ്ട് വന്ന് ചുണ്ടിന്റെ കുണ്ടിൽ ഒരു ഉപ്പിച്ച. അമ്മയോർത്തു, മാതാവോർത്തു, 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാഗന്ധം ആദ്യമായി ഉണ്ടായതാണ് ആ മാവിൽ. ഈ മാങ്ങ കൊളന്ത് ഉണ്ണി മാങ്ങകൾ അതുണ്ടായ കാലത്ത് അമ്മതൻ മണിക്കുട്ടൻ, വീട്ടിലെ മണിക്കുട്ടൻ എന്ന് പറയുന്ന കുട്ടി പുത്തിരി കത്തിച്ച പോൽ സന്തോഷത്തോടെ അമ്മലർ ചെണ്ടെന്നടിച്ച് ഒരു ഉണ്ണിമാങ്ങയുടെ കുളന്ത് മുറിച്ച് ആഹ്ലാദിച്ച് അടുത്തെത്തി. ചിരിച്ചോണ്ട് ഈ അമ്മാന്റെ അടുത്തെത്തി, അമ്മേ ഇതാണ് ഉണ്ണിമാങ്ങ. അമ്മ അഭിനന്ദിച്ചില്ല, ചൊടിച്ചു മാതാവ്. അപ്പോൾ മുഖം വല്ലാതായി. എന്തേ കാരണം? ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്ത് കളഞ്ഞല്ല കുസൃതി കുരുന്നവി. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കാണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ? ഇത് കുറച്ചു കാലം കഴിഞ്ഞ് പഴുത്തിട്ട് താഴെ വീഴുമ്പോ പോയി എടുക്കേണ്ട നീ ഈ ഉണ്ണിമാങ്ങയായ കാലത്ത് പോയി പറിച്ചു വരുന്നത് ചന്തിക്ക് നല്ല അടി കിട്ടാഞ്ഞിട്ടല്ലേ എന്നമ്മ. പക്ഷേ പൈതലിൻ ഭാവം മാറി. ചെറിയൊരു ആൺകുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. വദനാംബുജം വാടി, മുഖം വിവർണമായി, കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി, കണ്ണ് നിറഞ്ഞ് തുളുമ്പി. ആ കുരുന്ന് ആ പറിച്ച മാങ്ങയുടെ കൊളുന്ത് മണ്ണിലെറിഞ്ഞ് ഒറ്റ പ്രഖ്യാപനം, മാമ്പഴം പൊറുക്കുവാൻ ഞാൻ വരുന്നില്ല, നിങ്ങളുടെ ഈ വീര്യം പിടിച്ച മാങ്ങ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൊളുന്ത് മണ്ണിലെറിഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരൊറ്റ ഓട്ടം. പക്ഷേ ഈ കവിത അറബിയിലായിരുന്നെങ്കിൽ, ആലങ്കാരികമായി പറഞ്ഞാൽ ഈ കവിത അറബിയിലായിരുന്നെങ്കിൽ ഈ കവിത ആത്മീക തസവുഫിന്റെ ഇർഷാദുൽ യാഫിയിൽ ഇടം പിടിക്കേണ്ട കവിതയാണ്. കാരണം അതിന്റെ ശേഷത്തെ വരി എന്താ? വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടങ്ങളെ ഒരു വാക്കിന് മറുവാക്ക് വെച്ച് വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ പറ്റാത്ത ചെറിയ കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യും. നാളെ വരാൻ പോകുന്ന കാര്യം ഇന്നേ പറയാൻ കഴിയുന്ന ദൈവജ്ഞരല്ലോ നിങ്ങൾ. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. കാരണം ഈ കുഞ്ഞ് പനി പിടിച്ച് മരിച്ചുപോയി. ഈ കുട്ടി പറഞ്ഞതുപോലെ മരണപ്പെട്ടു പോയി. മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല. 4 മാസം കഴിഞ്ഞു. അണ്ണാറ കണ്ണന്മാർ മാവിന്റെ 4 ഭാഗത്തേക്കും ചിതറി തുടങ്ങി. സമാന പ്രായക്കാരായ കുട്ടികൾ അപ്പുറത്തെ തൊടുവിൽ നിന്നും ഇപ്പുറത്തെ തോട്ടത്തിൽ നിന്നും മാങ്ങ പെറുക്കി അതിന്റെ തോലുരിഞ്ഞ് അതിന്റെ ചാറ് കൈപ്പള്ളയിലൂടെ ഒലിപ്പിച്ച് ഓമ്പിത്തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ആ മാതാവിന്റെ മുറ്റത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. അമ്മതൻ നേതൃത്വത്തിൽ മുതിർന്നു ചുടുകണ്ണി. അമ്മ ഓർക്കുന്നു, ഇത് മീനമാസമായി, മേടമാസമായി. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരേതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോയി. ആ മാങ്ങയും എടുത്ത് അമ്മ ഇങ്ങനെ നോക്കി നിന്നു. ഇത് ആർക്ക് കൊടുക്കും? എങ്ങനെ തിന്നും? എങ്ങനെ ഇതിനെ വായയിലാക്കും? ഈ മാങ്ങ പറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് 2-3 മാസം മുമ്പ് മണിക്കുട്ടനെ തല്ലിയത്. ആ തല്ലിൽ പനിച്ചാണ് മണിക്കുട്ടൻ മരിച്ചത്. വൈലോപ്പള്ളിക്കതിനപ്പുറം പറയാൻ ഭാഷയില്ല, ഭാവനയില്ല. കവിയെ ചെറുതാക്കുകയല്ല, അത്രയേ ഭാവന പോവൂ. ഇനി അമ്മയോട് പറയാൻ ലോകത്തേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരു മറുവാക്കുണ്ടോ? നേരത്തെ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കളും എല്ലാ കുടുംബക്കാരും വേദനിക്കുന്നവരും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ സൂറ വാക്യയിലെത്തിയാൽ അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്ക് ഏതാണ്? നിങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളെ ഒരു തളികയിൽ മുള്ളില്ലാത്ത പഴങ്ങളും, എന്നിട്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ വന്ന് മുന്തിരിയും ആപ്പിളും, മുള്ളിൽ നേന്ത്രവാഴയും, നേന്ത്രവാഴയുടെ കായയും, നമ്മൾ എന്താ പറയുക, നേന്ത്രക്കായും, അതും ഒരു തളികയിലിട്ടുകൊണ്ട് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിങ്ങളിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയ
ആൺകുട്ടികളും പെൺകുട്ടികളും യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീക് വകഅസിം മിൻ മാഇൻ മഈൻ. ഈ കുഞ്ഞുങ്ങൾ ഈ തളികയിൽ ഈ പഴവും പൂവുമായി സ്വർഗത്തിന്റെ വാതിൽക്കൽ നിങ്ങൾ എത്തുമ്പോൾ അകത്തേക്ക് സ്വാഗതം ചെയ്യാൻ അവിടെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. ആ 12 വയസ്സുകാരനായ ലുക്കീമിയക്കാരൻ മരണപ്പെട്ടു പോയ പിതാവിനോട് വിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്തെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം സംസാരിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, സംസാരിക്കുന്നുണ്ടോ? അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രത്യേകത. നേരത്തെ മരണപ്പെട്ടു പോയ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക് അല്ലാഹു അവരെ സന്താനങ്ങളെ ഈ സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ. എന്താണത്? ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മംലൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ആ തളികയിൽ ഇതൊക്കെയാണ് ഉണ്ടാവുക. ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മംലൂദ്. സിദ്ർ മഖ്ലൂദ് എന്ന് പറഞ്ഞാൽ മുള്ളില്ലാത്ത പഴം, തൽഹ് മംലൂദ് എന്ന് പറഞ്ഞാൽ ഈ വിജ്ഞാനത്തിന്റെ വലിയ പ്രസരണം നടന്ന ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ശംസുൽ ഉലമ ശിലാസ്ഥാപനം ചെയ്ത ധാരാളം തങ്ങന്മാർ, സാദാത്തുക്കൾ, പാണക്കാട് തങ്ങന്മാർ അടക്കമുള്ള തങ്ങന്മാർ കയറി ഇറങ്ങിപ്പോയ ഈ വേദിയിൽ വെച്ച് ഒറ്റ നിമിഷം ആലോചിക്കൂ. ഉമ്മത്തൂരിന്റെ മണ്ണിൽ വളയുന്ന 2 സാധനമാണ് സ്വർഗത്തിൽ കിട്ടുക. ഏതാണെന്ന് അറിയുമോ? ഒന്ന് ത്വൽഹുൻ മംലൂദ്, നേന്ത്രക്കായി, അത് സ്വർഗത്തിൽ കിട്ടും. മറ്റൊന്ന് മിസാജുഹാ സഞ്ചബീല, ഇഞ്ചിയും. ഇത് തിന്നാനാണോ ഇത്ര മെനക്കെടുന്ന് ചിന്തിക്കണ്ട. ഇഞ്ചി സ്വർഗത്തിലേക്ക് കാലെടുത്ത വെച്ചപാട് അവിടെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരുപാടുണ്ട്, ഞാൻ ചുരുങ്ങുന്നു. ഇത് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ കാലെടുത്ത വെച്ചപാട് നമുക്കൊരു അവിടെ ഒരു ഈവന്റ് നടക്കുന്നുണ്ടാവും. സ്വർഗത്തിൽ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നടക്കുന്ന കല്യാണമായിരിക്കും. ഒരു കല്യാണത്തിനേക്കാണ് നമ്മൾ ചെന്ന് കയറുക. ആസിയ ബി മറിയം ബീവി അണയും മണവാട്ടി ഹൂറി, നബി വെള്ളാനപ്പുറത്ത് പുതിയാപ്പിള പോകുന്നു എന്ന് കവി സങ്കല്പത്തിൽ പറഞ്ഞ കല്യാണം. അതിനെ അവിടെ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ കൂട്ടത്തിലെ അതിന്റെ പാനീയം കടൽ മത്സ്യത്തിന്റെ കരൾ വേവിച്ചതും തസ്നീം അരുവിയിലെ പാനീയവും എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞു മിസാജുഹാ സഞ്ചബീല, അതിന്റെ ഇൻഗ്രീഡിയന്റ് ഇഞ്ചിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ അത് കണ്ണൂരിൽ നിന്നാവാം, കൊടകിൽ നിന്നാവാം, വയനാട്ടിൽ നിന്നാവാം. ചേരമാൻ പെരുമാളെ കാണാൻ പോയപ്പോ ഇഞ്ചി കൊടുത്തിരുന്നു റസൂലുള്ളാഹിന്റെ കയ്യിൽ, ചുക്ക് ഉണങ്ങിയ ഇഞ്ചി. എന്നിട്ടത് ചവച്ചതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു ബഹ് ബഹ്, വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് സഹാബികൾക്ക് പീസായി കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചുരുക്കുകയാണ്. എങ്ങനെ ചിന്തിച്ചാലും ഏത് ഭാഗത്തേക്ക് ചാഞ്ഞാലും മനുഷ്യനെ ഭാവിയെ കുറിക്കുന്ന പ്രതീക്ഷ, വെച്ച് നടക്കുന്നതിനെ കുറിച്ച് ആത്മവിശ്വാസം, ആരെങ്കിലും നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഒരാളെയും നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ, ഒരാളെയും നമ്മൾ ഭയക്കുന്നില്ലെങ്കിൽ, ഒരു കവിത തന്നെയുണ്ടല്ലോ, മനുഷ്യനാകുമ്പോൾ ആരെയെങ്കിലും ഭയക്കണം. ആരെയും ഭയക്കാത്ത മനുഷ്യൻ മൃഗമാകും. മനുഷ്യനാണെങ്കിൽ ആരെയെങ്കിലും സ്നേഹിക്കണം. ആരെയും സ്നേഹിക്കാത്ത മനുഷ്യൻ മരമാകും. ഏറ്റവും പേടിക്കാൻ അർഹൻ വല്ലാഹു അഹഖു അൻ തഖ്ശാ, ഏറ്റവും സ്നേഹിക്കാൻ അർഹൻ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. പേടിക്കേണ്ടതും അല്ലാഹുവിനെയാണ്, സ്നേഹിക്കേണ്ടതും അല്ലാഹുവിനെയാണ്. ആ ധർമ്മപാഠം കൂടിയാണ് ഈ പുസ്തകങ്ങളുടെ ഒരു അന്തസത്ത എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിർവ്യാജം ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞത്. ഇവിടെ പങ്കെടുത്ത ഓരോ അതിഥികളും അവര് പ്രതിനിധാനം ചെയ്യുന്ന മേഖലയെ കുറിച്ചാണ് സംസാരിച്ചത്. എന്റെ മേഖല ഇതുമാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരിക്കലും പുന്നക്കൽ സാഹിബ് എന്നെ തോണ്ടിയിട്ടില്ല. അത് ഞാൻ കരുതിയതിനേക്കാൾ ഏറെ മാന്യത അദ്ദേഹം എന്നോട് ചെയ്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ ഈ സദസ്സിന്റെ ശ്രദ്ധാകേന്ദ്രം അള്ളാഹു അദ്ദേഹത്തിനും ദീർഘായുസ് ആഫിയത്തും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടിൻ്റെ ഒരു 4 മാസം ആയിട്ടില്ല, ഒരു 100 ചില്ലാനം ദിവസങ്ങളായുള്ളൂ. നമ്മുടെ VPA പോയിലൂർ സാഹിബിനെ ഒക്കെ വളരെ അടുത്തറിയാം. നമ്മൾ നേരത്തെ തന്നെ പരിചയമുള്ള ആളുകളാണ്, അവർക്കൊക്കെ അറിയാം. മുദരിസായിരുന്നു പല നാടുകളിലും. അള്ളാഹു എൻ്റെ ഉപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഉപ്പയുടെ പേര് പറയുന്നത് ധാരാളം
മരണപ്പെട്ട മക്കളുടെ മക്കളാണ് നമ്മൾ. മരണപ്പെട്ടവരുടെ മരണപ്പെടാത്തവരാണ് നമ്മൾ. നമ്മൾ എത്ര വലിയ അഴകായി നടന്നാലും, വലിയ ഫാഷൻ പറഞ്ഞാലും, വലിയ പരിഷ്കാരം കൊണ്ട് നടന്നാലും അതൊന്നും ഈ പറയുന്ന പരിഷ്കാരങ്ങളോ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ കാട്ടിക്കൂട്ടലുകളോ ഒന്നും ഒരംശം ഒരു ഈച്ചയുടെ ചിറകിന്, ഒരു ചത്ത കൊതുകിന്റെ രക്തത്തിന് തികയില്ല. ഒരു സന്ദർഭം വന്നാൽ, അവസാനത്തെ ശ്വാസം നമ്മൾ എടുക്കേണ്ട ഒരു നേരം വന്നാൽ ഓർമ്മയുണ്ടാകണം. ഒറ്റ കാര്യം, അദ്ദേഹത്തിന്റെ മാന്യത 2 മിനിറ്റ് കൂടി എനിക്ക് തരണം. അവസാന വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് മരണവും അനന്തര ജീവിതവും എന്ന് പറയുന്ന ഒരു വിഷയം വയലിന്റെ വേദിയിലല്ലാതെ എവിടെയെങ്കിലും കേട്ടിരുന്നു? ആരെങ്കിലും? ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് മരണവും അനന്തര ജീവിതവും എന്ന് പറയുന്ന വിഷയം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രമാണ്. ഒരു മേഖല തന്നെയുണ്ട്, ബ്രാഞ്ച് തന്നെ, തനാട്ടോളജി, മരണസംബന്ധ ശാസ്ത്രം. അതിന്റെ പ്രതിപാദ്യ വിഷയം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം, ലാസ്റ്റ് വാക്ക്, നമ്മൾ സക്കറാത്ത് എന്ന് പറയുന്ന സമയം. സക്കറാത്ത് ഈ മെഡിക്കൽ ഭാഷയിൽ ക്ലിനിക്കലി ഡെഡായ, കൊമാറ്റോ സ്റ്റേജായ, ബ്രെയിൻ മരിച്ചുപോയ, മസ്തിഷ്കം മരിച്ചു, വെന്റിലേഷൻ ചെയ്യുന്നുണ്ട്. ഈ വെന്റിലേറ്ററിൽ നിന്ന് അതിന്റെ ട്യൂബ് ഊരിയാൽ, തൊള്ളയിലൂടെ ഇറക്കിയ ട്യൂബ് വലിച്ചാൽ, മൂക്കിലൂടെ കാറ്റടിച്ചു കൊടുക്കുന്ന സപ്പോർട്ടീവ് സിസ്റ്റം അത് അൺപ്ലഗ് ചെയ്താൽ മനുഷ്യൻ മരിച്ചു പോകും. ആ സ്റ്റേജിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ നിന്ന്, കൊമാറ്റോ സ്റ്റേജിൽ നിന്ന്, ക്ലിനിക്കലി ഡെഡ് ഡോക്ടർ പറയുന്ന സ്റ്റേജിൽ നിന്ന് ഈ മേജർ ICUലൊക്കെ നമ്മൾ കടത്തേണ്ടി വന്നാൽ, അല്ലാഹു കാക്കട്ടെ, അവസാനം ഡോക്ടർ വന്ന് പറയും, പ്രതീക്ഷയില്ല, BP താഴുന്നു, ശ്വാസം കിട്ടുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന ഒരു നേരം ഉണ്ടല്ലോ. ആ നേരമാണ് ഈ ND, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ആ സന്ദർഭത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന 5000, ഒരഭിപ്രായ പ്രകാരം 10,000, 15,000 പല അവകാശവാദങ്ങളാണ്. ആളുകളുമായി ഇന്റർവ്യൂ ചെയ്ത് അവരുടെ മരണാനുഭവങ്ങളെ കോർത്തു വെച്ചിട്ടുള്ള ഒരു വൈജ്ഞാനിക ശാസ്ത്രീയ ശാഖയാണ് തനാട്ടോളജി. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. തനാട്ടോളജിക്കൽ ബുക്സ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ലിറ്ററേച്ചർ, ഒരുപാട് പുസ്തകങ്ങൾ. ലൈഫ് ആഫ്റ്റർ ലൈഫ്, എവിഡൻസ് ഓഫ് ലൈഫ് ആഫ്റ്റർ ലൈഫ്, ആഖിറത്തിന്റെ തെളിവുകൾ, മരണാനന്തര ജീവിതത്തിന്റെ തെളിവുകൾ. ചില പുസ്തകങ്ങൾ അതിന്റെ ചട്ട കാണുമ്പോൾ അത്ഭുതം തോന്നും. എന്റെ ഫോണിൽ അത്തരം ധാരാളം പുസ്തകത്തിന്റെ PDF ഉണ്ട്. അതിന്റെ ചട്ടയിൽ കാണുന്നു 10 മില്യൺ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞ, 15 മില്യൺ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞ. ആരാണ് ഈ വായിക്കുന്നത്? യൂറോപ്യൻസ്, അമേരിക്കൻസ്. ഈ ഭാഗത്ത് ഇതർ ഡൂബേ ഉദർ നിക്കലേ, ഉദർ ഡൂബേ ഇതർ നിക്കലേ എന്ന് അല്ലാമ ഇക്ബാൽ പറഞ്ഞല്ലോ. ഇവിടെ ഇസ്ലാം കെട്ടാൽ അവിടെ കത്തും, അവിടെ കത്തുമ്പോ ഇവിടെ കെടും. ഇപ്പൊ പൗരസ്ത്യ ലോകത്ത് ഇത് കുറേശ്ശെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ പാശ്ചാത്യ ലോകത്ത് കത്തുകയാണ്. അവര് വായിക്കുന്നതിന്റെ കാരണം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് മുന്നോട്ട് വെക്കുന്ന ഈ പുസ്തകത്തിന്റെ അവസാന പേജ് മരണപ്പെട്ടവരെ ഓർത്തല്ലോ. എന്തേ പറയുന്നു എന്ന് ചോദിച്ചാൽ, മരിക്കുന്ന വ്യക്തി കാണുന്ന, അനുഭവിക്കുന്ന മനുഷ്യരിൽ 4% മാത്രമാണ് ജീവനോടെയുള്ളവർ. ഇതല്ലെങ്കിൽ പിന്നെ എന്തേ പറയേണ്ടത്? മരിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ആളുകൾ, നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ബന്ധുക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഒക്കെയുണ്ട്. ഈ എല്ലാരെയും കൂട്ടിയാൽ ഇദ്ദേഹം ആകെ അനുഭവിക്കുന്നതിൽ 4% മാത്രമാണ്. എനിക്ക് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവാൻ എനിക്ക് ബുദ്ധിസ്ഥിരതയില്ലായ്മയില്ല, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ആഗ്രഹം അതുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് ജസ്റ്റ് കടന്നിറങ്ങുമ്പോ, നേരം കിട്ടുമ്പോ, ട്രെയിനിൽ പോകുമ്പോ, ബസ്സിൽ പോകുമ്പോ, ബോറടിക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി അവിടെ കുറച്ച് സ്റ്റോറി, പിന്നെ ഫേസ്ബുക്കിലേക്ക് വന്നു, പിന്നെ വാട്സാപ്പിലേക്ക് വന്നു, പിന്നെ 2 ആവിയിട്ട്, പിന്നെ ഒരു വെള്ളം കുടിച്ചു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങനെ അനർഘമായ ആയുസ് പാഴാക്കുന്നതിനിടയിൽ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, തനാട്ടോളജി. എന്തേ പറയുന്നു? 4% മാത്രമേ ജീവനുള്ളയാളുള്ളൂ. ബാക്കി 96% ആളുകളും നേരത്തെ മരണപ്പെട്ടു പോയവരാണ്. ഇതൊരു ഉസ്താദിന്റെ വയലാണെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറയായിരുന്നു. ശാസ്ത്രത്തെ ഒരു പരിധിക്കപ്പുറം നമുക്ക് തള്ളാൻ പറ്റുമോ? അതല്ലേ പുതിയ കാലത്തെ നിർണയിക്കുന്നത്. ഫോർ ഫാദേഴ്സ്, ഫോർ മദേഴ്സ്, മെൻഡേഴ്സ്, നേരത്തെ മരണപ്പെട്ടു പോയ പ്രപിതാക്കൾ, നേരത്തെ മരണപ്പെട്ടു പോയ പൂർവ്വ പിതാക്കൾ, മാതാക്കൾ, മെൻഡേഴ്സ്, ഗുരുക്കൾ, ആചാര്യന്മാർ, ഷെയ്ഖുമാർ. ഇതാണ് തനാട്ടോളജി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അവിടെയും തീർന്നില്ല. അന്ധന്മാരായ ആളുകൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ട് തിരിച്ചു വന്നവരിൽ നടത്തിയ സർവേ പറയുന്നു, ജീവിതത്തിൽ ഒരു തവണ പോലും വെളിച്ചമോ ആകൃതിയോ കാണാത്ത അന്ധന്മാർ പോലും അനുഭവം പങ്കുവെച്ചു. വൈബ്രന്റ്, ലൂസിഡ്, ഓർഗനൈസ്ഡ് സൗണ്ട്സ്, വിഷൻസ്. ദീർഘമായി പറയുന്നു, നേരം പോകും.
വളരെ തെളിച്ചമുള്ള ഉറച്ച ബോധ്യമുള്ള ശബ്ദങ്ങൾ കണ്ടു, വെളിച്ചം കണ്ടു, ആകൃതി കണ്ടു. ഒറ്റ വാക്ക് പരിശുദ്ധ ഖുർആനിൽ, ഒറ്റ വാക്ക് എല്ലാവരും മരിക്കുന്ന ഖുർആനിലുണ്ട്. നമുക്ക് പണ്ടേ അറിയുന്ന ഉറുദിയാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. പക്ഷേ എങ്ങനെയാണ് മരിക്കുമ്പോൾ വ്യക്തിയുടെ അനുഭവം എന്ന് ഖുർആനിൽ ഒരു ആയത്തിലേ ഉള്ളൂ. ആ ആയത്ത് ഈ ആയത്താണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. എടാ മനുഷ്യ, എടീ മനുഷ്യത്തി, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ സെക്കൻഡ് വരെ, ഈ മരണം നീ അനുഭവിക്കുന്നത് വരെ ഇതൊക്കെ പറയുമ്പോ, കേൾക്കുമ്പോ, വായിക്കുമ്പോ നീ വലിയ അശ്രദ്ധയിലായിരുന്നു. ഇപ്പൊ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഭൗതികതയുടെ പരിമിതി എന്ന മറ നമ്മളെ ഉയർത്തിയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഇപ്പൊ നിന്റെ കാഴ്ചക്ക്, ഇപ്പൊ നിന്റെ കണ്ണിന് ഇരുമ്പിന്റെ മൂർച്ചയാണല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ. ഭൗതിക ലോകത്ത് നിന്നും അഭൗതികമായ ലോകങ്ങൾ മരിക്കുന്ന മനുഷ്യൻ കാണുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് ഉറുദിയുടെ കഥ മാത്രമല്ല, ഇതിന്ന് ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ്. ലോകം ഒരുപാട് പോയി. എത്ര ദ മോർ സയൻസ് ഗോസ് ഫോർവേഡ്, ദ മോർ ഇസ്ലാം also goes forward എന്നാണ് അതേക്കുറിച്ച് ഉള്ള കമന്റുകളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ ചുരുക്കുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. കുറച്ച് സമയം വൈകിപ്പോയെങ്കിൽ ഇത്രമാത്രം നിങ്ങൾ കരുതുക, നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താൻ പറ്റും. എനിക്ക് 2.5-3 മണിക്കൂർ ഓടണം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.